ഇപ്പോൾ ചെറുതോണിയിലെ പ്രചാരണ യോഗത്തിൽ പ്രകാശ് കാരട്ട് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരാജയമാണ് 5 കൊല്ലക്കാലം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്, ഐക്യജനാധിപത്യമുള്ള സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മുമ്പിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ബദൽ, ഇത്തരം നയങ്ങളെ തിരുത്തുന്ന ഒരു ബദൽ രൂപം കൊള്ളുന്നത്. നിശ്ചയമായും അതിന് പ്രാപ്തിയുള്ളത്, അതിന് കരുത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്നത് വ്യക്തമാണ്. In this situation we are in, Kerala is facing the most severe agrarian crisis, in which the farmers and the small growers are getting impoverished and unable to continue with their cultivation in agriculture. All over the state you can see that the small growers of various cash crops, whether it is rubber, whether it is other crops, are faced with ruin because of the crash in the prices. We have seen in the past 5 years once again the phenomenon of suicides by farmers, which had been completely stopped after the LDF government came into office in 2006. But immediately after this government has come in 2011, once again the spectacle of hundreds of farmers in the last 5 years committing suicide has reappeared. The manifestation of this deep crisis in agriculture. ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന കാർഷിക മേഖലയിലെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നാം കണക്കിലെടുക്കേണ്ടത്. കൃഷിക്കാർ, പ്രത്യേകിച്ച് ചെറുകിട കൃഷിക്കാർ, അവരുടെ ജീവസന്ധാരണത്തിൻ്റെ മാർഗമായ കൃഷിയിൽ അവർക്ക് തുടരാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധിയാണ് എല്ലാത്തരം കൃഷിക്കാരെയും കേരളമാകെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നാണ്യവിളകളെല്ലാം, റബ്ബർ ഉൾപ്പെടെയുള്ള എല്ലാ നാണ്യവിളകളും, അവയിലെല്ലാം വിലത്തകർച്ച മൂലം കൃഷിക്കാർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. 5 കൊല്ലക്കാലം ഈ കാർഷിക തകർച്ചയെ വർദ്ധിപ്പിക്കുന്ന വിധമുള്ള തെറ്റായ നയങ്ങൾ തുടർന്നുകൊണ്ട് മാത്രമല്ല, 2006 ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നപ്പോഴാണ് അക്കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ആത്മഹത്യകൾ, കർഷക ആത്മഹത്യകൾ അവസാനിപ്പിക്കാൻ സാധിച്ചത്. 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതും ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാർ അവസാനിപ്പിച്ചതുമായ കർഷകരുടെ ആത്മഹത്യ ഇപ്പോൾ 100 കണക്കിന് കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് തിരികെ വരുന്ന പ്രതിഭാസമാണ് വെളിവായിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനുണ്ടായ പരാജയമാണ്. When the UPA government had signed the free trade agreement with the ASEAN countries, and which the UDF had also supported, you will recall that there was a strong movement protesting against this agreement. And now that that agreement is being implemented, when cheap imports are coming in of all the agricultural commodities and the cash crops, the direct impact has been felt most in Kerala. So the question is, you cannot solve this agrarian crisis by the policies which have been pursued so far by the UDF government here in Kerala and the central government in Delhi. The LDF has given priority in its election manifesto to tackle this agrarian crisis, to suggest measures which can help the small farmers and growers, to ensure that intervention is there at the policy level to help
the small growers and farmers to overcome the present problems. So that is why it is very necessary that you have to have a change of government and a change of policies if this agrarian crisis is to be tackled. ചെറുതോണിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നു. തത്സമയം ഇതിന്റെയെല്ലാം ഫലമായി ജീവിത ദുരിതം പേറിക്കൊണ്ടിരിക്കുന്ന ബഹുജനങ്ങളെ, തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത തൊഴിൽ മേഖലയെ പുനരുദ്ധരിക്കാൻ, നവീകരിക്കാൻ, അതിനെ മെച്ചപ്പെടുത്തി നല്ല തൊഴിൽ സംരംഭങ്ങളാക്കി വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ ഉറച്ചു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 5 വർഷം കൊണ്ട് 25 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് 10 ലക്ഷം ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ 10 ലക്ഷം ആളുകൾക്ക് ഈ 5 കൊല്ലക്കാലം കൊണ്ട് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഗൗരവതരമായ ഇടപെടൽ നടത്തുന്നതിനും പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ ലക്ഷ്യബോധമുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു പ്രകടന പത്രികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കി ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നത്. But the main reason for the removal of the UDF government and the ouster of the Women-Chatti government is the scale of corruption that has been accorded or achieved during this 5 years. We know there have been very corrupt state governments in many states in India. Kerala also has had corruption. ചെറുതോണിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രകാശ് കാരാട്ട് സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. KC അബുവിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യശാസന. ബേപ്പൂരിലെ വർഗീയ പ്രസംഗത്തിന്റെ പേരിലാണ് പരസ്യശാസന. അബുവിന്റേത് മാതൃകാ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെച്ചു. അബുവിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആദം മുൻഷി ജയിക്കണം, അത് കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല. ആദം മുൻഷി പരാജയപ്പെട്ടാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു മുസ്ലിം മേയർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം മേയറെയും വേണം, മുസ്ലിം MLA ആയി ആദം മുൻഷിയെയും വേണം എന്നാണ് പറഞ്ഞത്. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ DCC പ്രസിഡന്റ് KC അബു നടത്തിയ വർഗീയ ചുവയുള്ള പ്രസംഗത്തിനാണ് കമ്മീഷന്റെ പരസ്യശാസന. മതസ്പർദ്ധ വരുത്തുന്ന തരത്തിലാണ് അബുവിന്റെ പ്രസംഗമെന്ന് കണ്ടെത്തിയാണ് നടപടി. ഏപ്രിൽ 28-ന് KC അബു നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് പ്രസംഗം. ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മുതിർന്ന UDF നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അബുവിന്റെ വിവാദ പ്രസംഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. എന്നാൽ അനധികൃതമായി ഒന്നുമില്ലെന്ന് ലേക്ക് പാലസ് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യമുള്ള ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ല് വാങ്ങണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ടുകടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളിക്യാമറയിൽ പതിഞ്ഞു.
അതേസമയം ഹോട്ടൽ ലേക്ക് പാലസിൽ 2 ബാർ ഉണ്ടെന്നതും ബാറിലേക്ക് പ്രത്യേക വഴിയുണ്ട് എന്ന കാര്യവും ബാറിലെ ഫുഡ് ആൻഡ് ബിവറേജസ് ഡയറക്ടർ മനോജ് കുമാർ തന്നെ സമ്മതിക്കുന്നു. പിന്നെ പോരാത്തതിന് പുറത്ത് ഒരു പ്രത്യേക ബാർ അല്ലേ? പ്രത്യേക ബാർ, അതാണ് യഥാർത്ഥ ബാർ. ഞങ്ങളെ അതിന്റെ ബാറിൽ നമ്മുടെ സാധാരണ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ബാക്ക് പിന്നെ സൈഡിൽ വഴിയുള്ള ഇതാണ്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിലും ഈ ബാറിലും മദ്യത്തിന് ഒരേ വിലയാണോ? നമുക്കത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത്. കൊച്ചി, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിൽ ഒന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. അതേസമയം 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണ കൗണ്ടറുകൾ പാടില്ലെന്നും ബാറിൽ പ്രവേശിക്കുന്നതിന് മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സലീം കുമാറും വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. വഴിയൊന്നും ഇടാൻ പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് അവർ പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗം സലീം കുമാർ വ്യക്തമാക്കുന്നു. സാർ, അപ്പോൾ ഒരു സംശയം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലില്ലേ സാറേ, നമ്മൾ ഈ കൗണ്ടർ പാടുണ്ടോ? അങ്ങനെ അത് എന്റെ നിയമം അങ്ങനെ അല്ല, അതിൽ പെർമിറ്റിൽ പറയുന്നുണ്ട് കൗണ്ടർ. അതിൽ കൗണ്ടർ വരൂല്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അതിൽ നമ്മൾ റൂളിൽ പെർമിറ്റ് കൊടുക്കുന്നതിൽ ഈ കൗണ്ടർ ബാറിൽ ഉണ്ടാവില്ല. കൗണ്ടർ 5 സ്റ്റാറിൽ വരില്ല. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ല. കാര്യം അവിടെ വരുന്ന എല്ലാം ഒരു VIP ആൻഡ് VVIP മോഡലാണല്ലോ. അവരാരും ഈ കൗണ്ടറിൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ സാർ? തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല നടക്കുന്നതായിട്ട് വല്ല അറിവിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നടത്തി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു 5 സ്റ്റാറിൽ ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങി പോലീസ് അടച്ചല്ലോ, തൃശ്ശൂരാ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഉണ്ടോ സാറ്? ഇല്ല. അതിനുശേഷം ഇതെല്ലാം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ പൂട്ടിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ലേക്ക് പാലസിലെ ഈ അനധികൃത ബാറിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുവെന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാദമാണ് ഈ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. തിരികെ വാർത്തകളിലേക്ക്. വിശ്രമ ജീവിതം കൃഷിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ സംതൃപ്തി കണ്ടെത്തുകയാണ് തൃശൂർ സ്വദേശി വേണുവും കുടുംബവും. റിട്ടയർമെന്റിന് ശേഷമുള്ള ഒഴിവുവേളകളിലാണ് കൃഷി ആരംഭിച്ചതെങ്കിലും വേണുവിന് ഇതൊരു നേരം പോക്കല്ല. പുരിയത്തോട് ചേർന്നുള്ള 40 സെന്റിലാണ് ഇവരുടെ കുടുംബ കൃഷി. കുടുംബപരമായി കാർഷിക പാരമ്പര്യമുണ്ടെങ്കിലും BSNL ജീവനക്കാരനായിരുന്ന വേണുവിന് കൃഷിയിൽ സജീവമാകാൻ കഴിഞ്ഞത് റിട്ടയർമെന്റിന് ശേഷമാണ്. തൃശൂർ കോട്ടപ്പുറത്തെ പുരിയിടത്തോട് ചേർന്നുള്ള 40 സെന്റിലാണ് വേണു സമ്മിശ്ര കൃഷി ആരംഭിച്ചത്. ഓരോ തരി മണ്ണിനെയും അടുത്തെറിഞ്ഞ് കൃഷിക്കിറങ്ങിയ വേണുവിനെ സഹായിക്കാൻ ഭാര്യ തനൂജയും ഒപ്പം ചേർന്നു. ആദ്യഘട്ടത്തിൽ കപ്പയും വാഴയുമാണ് നട്ടതെങ്കിലും വെണ്ട, വഴുതന, പയർ, മത്തൻ, കുമ്പളം, പാവയ്ക്ക എന്നിവയൊക്കെ പിന്നാലെ എത്തി. വളർച്ചയ്ക്ക് കരുത്തു പകരാനും കീടങ്ങളെ തുരത്താനും ജൈവമാർഗ്ഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് നൽകാനും പച്ചക്കറികൾ ധാരാളമുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിന് പുറമെ സ്വന്തമായി കൃഷി ചെയ്യുന്നതിന്റെ സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്നാണ് വേണുവിന്റെ അഭിപ്രായം. ജോലിയുള്ള സമയത്താണെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം പറമ്പിലൊക്കെ അത്യാവശ്യം പറ്റാവുന്ന പണി ചെയ്യും. എന്നിട്ട് ജോലിക്ക് പോകും. ഇപ്പോൾ റിട്ടയർമെൻറ്റ് അതിന് ശേഷം ഫുള്ളായിട്ട് 7 മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 11 മണി വരെ നമുക്ക് ഒരു ഇങ്ങനെ നടക്കും. ഈ പറമ്പൊക്കെ നടക്കുമ്പോൾ ഒരു സുഖം വേറെ. 6-ലധികം വ്യത്യസ്ത ഇനം വാഴകൾക്ക് പുറമെ നിരവധി ഫലവൃക്ഷങ്ങളും വള്ളിച്ചെടികളും തോട്ടത്തിലുണ്ട്. വിവിധ ഇനം മുളകുകളുടെ ശേഖരവും ഇവിടെയുണ്ട്.
40 സെന്റിലെ കൃഷിയിടത്തിൽ ഇനിയും കൂടുതൽ വിളകളിറക്കാനുള്ള പരിശ്രമത്തിലാണ് വേണുവും കുടുംബവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഫെഫ്ക ഏർപ്പെടുത്തിയ ടി ദാമോദരൻ തിരക്കഥാ പുരസ്കാരം കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രനും പുതുപ്പാട് സ്വദേശിനി ശബ്ദയ്ക്കും ലഭിച്ചു. ഡെഡ് ബോഡി എന്ന തിരക്കഥയ്ക്കാണ് കെ രാജേന്ദ്രൻ പുരസ്കാരം നേടിയത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.